വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് അത് പഠിക്കുന്നതിലേക്കായി നമ്മൾ രാജുവും റാണിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. അവിടെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടു അല്ലെ. അവിടെ ഒരു ലെയർ മാത്രം ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോ രാജുവും റാണിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സ് ആകുമ്പോ എന്ത് ചെയ്യുന്നു അവിടെ? നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിക്കേഷനെ പല ഘട്ടങ്ങളായി പല ലെയറുകളായി നമ്മൾ വിഭജിച്ചു അല്ലെ. അപ്പൊ എന്തായി? നമുക്ക് ഓരോ ഘട്ടത്തിലും രാജു എന്താ ചെയ്യുന്നത്, ഓരോ ഘട്ടത്തിലും റാണി എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടി അല്ലെ. അപ്പം പിന്നെ നമ്മൾ കണ്ടു, നമ്മളെ കമ്മ്യൂണിക്കേഷൻ സുഗമമായി നടക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാർട്ടീസ് ചില പ്രോട്ടോകോൾസ്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെ രാജുവിന്റെയും റാണിയുടെയും കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മള് കമ്പ്യൂട്ടറിന്റെ കമ്മ്യൂണിക്കേഷനെ പരിചയപ്പെടുകയാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ കമ്മ്യൂണിക്കേഷൻ മോഡൽ, നമ്മുടെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ മോഡൽ, നമ്മൾ ആദ്യമായി കാണാൻ വേണ്ടി പോകുന്ന OSI റഫറൻസ് മോഡൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ ബ്രീഫായിട്ടൊന്ന് പരിചയപ്പെട്ടു അല്ലെ. അവിടെ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ 7 ലെയറുകളായി ഡിവൈഡ് ചെയ്യുന്നു നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഓരോ ലെയറിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് OSI റഫറൻസ് മോഡലിനെ കുറിച്ച് പഠിക്കാം. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസിനെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. അതുപോലെ തന്നെ സ്വിച്ചിങ് മെത്തേഡ്സ് നമ്മൾ കണ്ടു. പാക്കറ്റ് എങ്ങനെ ഒരു സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ സ്വിച്ചിങ് പ്രോട്ടോകോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, എന്താണ് പ്രോട്ടോകോൾ, എന്താണ് സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ പറ്റി പരിചയപ്പെട്ടു. ഇനി നമുക്ക് നെറ്റ്വർക്ക് റഫറൻസ് മോഡൽസ്, നമുക്ക് ആദ്യത്തെ റഫറൻസ് മോഡലായിട്ടുള്ള OSI റഫറൻസ് മോഡല് നമുക്ക് വിശദമായിട്ട് കാണാം. അതിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാം. അപ്പൊ OSI റഫറൻസ് മോഡൽ എന്ന് പറഞ്ഞാല് ISO OSI റഫറൻസ് മോഡൽ എന്ന് നമ്മൾ പറയുക. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ആണ് OSI മോഡൽ എന്ന് പറയുന്നത്, ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ മോഡൽ. അപ്പോ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ? നമുക്കറിയാം, രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ത്രൂ നെറ്റ്വർക്കിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളായി നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ തിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പാലിക്കേണ്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറയുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ഘട്ടത്തിലും ചില നിയമങ്ങൾ, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും വളരെ സുഗമമായിട്ട് നടത്താൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ OSI റഫറൻസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ റഫറൻസ് മോഡലിന്റെ പ്രാധാന്യം കൂടുതലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, കൂടുതൽ പ്രാധാന്യം എന്തുകൊണ്ടാണ് പ്രാധാന്യം കൈവരുന്നത്? നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതെന്നുള്ള ആവശ്യകത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാം അല്ലെ, നിങ്ങൾ കമ്പ്യൂട്ടറുകൾ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നവയായിരിക്കും അല്ലെ. അതുപോലെ തന്നെ പല ആർക്കിടെക്ചറുള്ള മെഷീൻസ് ആയിരിക്കും. ചില മെഷീൻസ് ഇന്റൽ പ്രോസസർ മറ്റ് യൂസ് ചെയ്യുന്ന മെഷീൻസ് ആയിരിക്കും. ചിലവ AMDയുടെ പ്രോസസർ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആയിരിക്കും. ചില കമ്പ്യൂട്ടറുകൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന, ചിലവ ലിനക്സില്, ചിലവ മാക്കില്, അങ്ങനെ പല വ്യത്യസ്ത തരം സിസ്റ്റങ്ങളും അതുപോലത്തുള്ള ഇന്റർമീഡിയറ്റ് നോഡുകളും ഒക്കെയാണ് നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുക അല്ലെ. പല വ്യത്യസ്ത തരം പ്രോട്ടോകോളും പല വ്യത്യസ്ത തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ ആർക്കിടെക്ചറും ഒക്കെ ഉള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ നോഡുകളാണ് നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാവുക, നിങ്ങൾക്കറിയാം അല്ലെ. പക്ഷെ ഈ വ്യത്യാസങ്ങൾക്കിടയിലും അവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് സുഗമമായി നടക്കണം അല്ലെ. അങ്ങനെ നടക്കണമെങ്കിൽ നമുക്കൊരു നിയതമായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു പ്രോട്ടോകോൾസ്, അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റൂ, പല വ്യത്യസ്ത തരം സിസ്റ്റങ്ങളായതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ OSI മോഡലിന്റെ പ്രാധാന്യം. അതുപോലുള്ള ഇനി OSI മോഡലും ഉണ്ട്, അതുപോലെ തന്നെ TCP/IP മോഡലും ഉണ്ട്. അതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ മോഡലിനെ ആസ്പദമാക്കി കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട പ്രാധാന്യം,
അഥവാ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ സൂട്ട് അല്ലെങ്കിൽ ഒരു നിയതമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കൊണ്ട് മാത്രം നമ്മുടെ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതെന്നുള്ളതിന്റെ പ്രാധാന്യം അവിടെയാണ് കൈവരുന്നത്. പല വ്യത്യസ്ത തരം സിസ്റ്റങ്ങളോ നോഡുകളോ ഒക്കെ ആയിരിക്കും നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുക. നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ OSI മോഡലിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് 7 ലെയറുകളാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ലെയറാണ് ഫിസിക്കൽ ലെയർ, പിന്നെ അടുത്ത ലെയറാണ് ഡാറ്റ ലിങ്ക് ലെയർ, പിന്നെ അടുത്ത ലെയർ നെറ്റ്വർക്ക് ലെയർ, പിന്നെ അടുത്തത് ട്രാൻസ്പോർട്ട്, പിന്നെ സെഷൻ, പ്രസന്റേഷൻ, അപ്ലിക്കേഷൻ. അപ്പൊ നിങ്ങൾ ഈ ലെയറുകളുടെ ഓർഡർ ഹൈറാർക്കി അത് നിങ്ങൾ അതേ ഓർഡറിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ 3 ലെയർ ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ലെയർ 1, ലെയർ 2, ലെയർ 3, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ വരുന്നു. പിന്നെ അതിന് ശേഷം നമ്മുടെ സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. അപ്പൊ OSI റെഫറൻസ് മോഡലിന്റെ ഈ 7 ലെയറുകൾ നിങ്ങൾ പഠിക്കണം. അപ്പൊ ഈ 7 ലെയറുകളിൽ തന്നെ ആദ്യത്തെ 3 ലെയറുകൾ ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, അവ എല്ലാ ഇന്റർമീഡിയറ്റ് നോഡുകളിൽ ഉൾപ്പെടെ എല്ലാ നെറ്റ്വർക്കിംഗ് നോഡുകളിലും പ്രസന്റ് ആയിട്ടുള്ള എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൗട്ടറിനെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. റൗട്ടറുകളിലും അതുപോലെ എൻഡ് സിസ്റ്റങ്ങളിലും എല്ലാം പ്രസന്റ് ആയിരിക്കുന്ന ലെയറുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ തുടർന്ന് വരുന്ന ലെയറുകൾ ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസന്റേഷൻ, അപ്ലിക്കേഷൻ. ഈ ലെയറുകൾ പ്രധാനമായിട്ട് അതിൽ തന്നെ സെഷൻ, പ്രസന്റേഷൻ, അപ്ലിക്കേഷൻ എന്നുള്ള ലെയറുകൾ അത് നമ്മുടെ എൻഡ് സിസ്റ്റംസിൽ എൻഡ് ഡിവൈസുകളിൽ മാത്രമേ പ്രസന്റ് ആയിരിക്കുകയുള്ളൂ. നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ A എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് മെഷീനാണ്, B എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ മെഷീൻ ആണെന്ന് വിചാരിക്കൂ. അപ്പൊ ഒന്ന് ഇന്ത്യയിലും മറ്റേത് അമേരിക്കയിലോ അതുപോലുള്ള വിദൂര സ്ഥലങ്ങളിലാണെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പൊ ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് പല റൗട്ടറുകളിലൂടെയാണ് ഇവ കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കൂ. പല റൗട്ടറുകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മളെ പാക്കറ്റ് സ്വിച്ചിങ് പഠിക്കുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ പല റൗട്ടറുകൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ട് എന്ന് വിചാരിക്കും, പല ഇന്റർമീഡിയറ്റ് നോഡുകളും ഉണ്ട് എന്ന് വിചാരിക്കൂ. അപ്പൊ എന്ത് ചെയ്യുന്നു, അതില് DEFGH അപ്പൊ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ പാക്കറ്റ് ഈ റൗട്ടറുകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് എത്തുന്നത് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ഈ സോഴ്സ് മെഷീനിൽ നമ്മുടെ ഈ 7 ലെയറുകളും പ്രസന്റ് ആണ്. 7 ലെയറുകളും നമ്മുടെ ഈ എയിലും ബിയിലും, അതായത് നമ്മുടെ സോഴ്സ് മെഷീനും ഡെസ്റ്റിനേഷൻ മെഷീനിലും ഈ 7 ലെയറുകളിലും പ്രസന്റ് ആണ് 7. പക്ഷെ ഇന്റർമീഡിയറ്റ് നോഡുകളിൽ, അതായത് നമ്മുടെ റൗട്ടറുകളിൽ ആദ്യത്തെ 3 ലെയറുകൾ മാത്രമേ പ്രസന്റ് ആയിരിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ്? റൗട്ടറുകളുടെ പ്രാധാന്യം എന്താണ്? റൗട്ടറുകൾ എന്തേ ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ് നോക്കിയിട്ട് പ്രോപ്പർ നെക്സ്റ്റ് റൗട്ടറിലേക്ക് അല്ലെങ്കിൽ അടുത്ത നെറ്റ്വർക്കിലേക്ക് പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുന്ന ഉദ്ദേശം മാത്രമേ റൗട്ടറുകൾക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ 3 ലെയർ അതിന് സഹായകമാകുന്ന ഇൻഫോർമേഷൻ ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ആദ്യത്തെ 3 ലെയറുകളിൽ ഉണ്ടാവുക. ആദ്യത്തെ 3 ലെയറുകൾ ഏതൊക്കെയാണ്? ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ലെയർ. ഈ 3 ലെയറുകൾ മാത്രമാണ് നമ്മുടെ ഈ പാക്കറ്റിന്റെ ഫോർവേഡിങ്ങിന് അല്ലെങ്കിൽ പാക്കറ്റിന്റെ ട്രാവേഴ്സലിന് സഹായിക്കുന്ന ഇൻഫർമേഷൻ ഉള്ളത് അല്ലെ. അപ്പൊ ഈ 3 ലെയറുകൾ ഇന്റർമീഡിയറ്റ് നോഡുകളിൽ ഈ 3 ലെയറുകൾ മാത്രമാണ് പ്രസന്റ് ആയിരിക്കുന്നത്. അതിൽ തന്നെ റൗട്ടറുകളിൽ ഈ 3 ലെയറും, സ്വിച്ച് വരുമ്പോൾ ആദ്യത്തെ 2 ലെയറും മാത്രമേ സ്വിച്ചിൽ പ്രസന്റ് ആയിരിക്കൂ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് നോഡുകളുടെ അവസ്ഥ. എൻഡ് മെഷീനിൽ മാത്രമാണ് 7 ലെയറുകളും പ്രസന്റ് ആയിരിക്കുക, 7 ലെയറും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ആ ലെയർ നോക്കുക. ഫിസിക്കൽ ലെയർ, അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയർ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ലെയർ അല്ലെ. നെറ്റ്വർക്ക് ലെയർ, ഈ 3 ലെയറുകളാണ് നമ്മുടെ നെറ്റ്വർക്കിങ്ങിനെ സഹായിക്കുന്ന, അഥവാ നെറ്റ്വർക്കിലൂടെയുള്ള പാക്കറ്റിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്ന ലെയറുകൾ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടോകോളും പ്രസന്റ് ആയിരിക്കുന്ന ലെയർ. ഈ ലെയറുകളിൽ ഓരോന്നിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ഈ ആദ്യത്തെ 3 ലെയറുകളെ ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, അതിനെ നെറ്റ്വർക്ക് സപ്പോർട്ട് ലെയേഴ്സ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം തുടർന്ന് വരുന്ന ട്രാൻസ്പോർട്ട് ലെയർ ഇതിന്റെ ഇന്റർമീഡിയറ്റ് നെറ്റ്വർക്ക് സപ്പോർട്ട് ലെയേഴ്സിന്റെയും യൂസർ സപ്പോർട്ട് ലെയേഴ്സിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ട് വർത്തിക്കുന്ന ലെയറുകളാണ്. ആ ട്രാൻസ്പോർട്ട് ലെയറിന് മുകളിലുള്ള അപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ എന്ന് പറയുന്ന 3 ലെയറുകളെ യൂസർ സപ്പോർട്ട് ലെയേഴ്സ് എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കുമ്പോൾ
നേരത്തെ നമ്മുടെ രാജുവിനും റാണിയുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ മനസ്സിൽ വരണം. അതിൽ രാജു ലെറ്റർ എഴുതുന്നതും അപ്പൊ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതും ലെറ്റർ എഴുതുന്നതും മലയാളത്തിൽ ലെറ്റർ എഴുതുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ 3 ലെയറുകൾ. ലെറ്റർ എഴുതുന്നതും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യത്തെ 3 ലെയറുകൾ കൊണ്ട് പ്രതിപാദിക്കുന്നത്. പിന്നെ ഈ ലെറ്റർ പോസ്റ്റൽ നെറ്റ്വർക്കിലൂടെ എങ്ങനെ ഫോർവേഡ് ചെയ്യുന്നു, അതിന്റെ അഡ്രസ്സ് നോക്കിയിട്ട് പിൻകോഡ് നോക്കിയിട്ട് ഓരോ RMS പോസ്റ്റ് ഓഫീസ് വഴി എങ്ങനെ ഫോർവേഡ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളാണ് തുടർന്ന് വരുന്ന 3 ലെയറുകളിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ തുടർന്ന് കണ്ട നമ്മുടെ എക്സാമ്പിളിൽ നമ്മുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മെഷീൻസ് നമ്മളൊരു പാർസൽ അയക്കുമ്പോൾ അതിനെ ചെറിയ ചെറിയ പാക്കേജുകളാക്കി മാറ്റുന്നുണ്ട് അല്ലെ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റുമാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്നത്. അടുത്ത നമുക്ക് ഈ ലെയറുകൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കൊന്ന് കാണാം. ആദ്യം എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഒരു പാക്കറ്റ് തയ്യാറാക്കുമ്പോൾ, അപ്പൊ ഡിവൈസ് എയുടെ ആദ്യം നമ്മൾ ഈ ഒരു ഇമെയിൽ ആണെങ്കിൽ നമ്മൾ ആ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ ഡിവൈസ് ചെയ്യുന്ന സഞ്ചരിക്കുന്നത്, ആദ്യം ആപ്ലിക്കേഷൻ ലെയറിൽ വന്നു, പിന്നെ പ്രസന്റേഷൻ. ആപ്ലിക്കേഷൻ ലെയർ ആണ് ഈ ഇമെയിൽ ടൈപ്പ് ചെയ്യുന്നതും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ലെയർ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ സോഫ്റ്റ്വെയറും ആ ആപ്ലിക്കേഷനും യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയറും അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോളും മറ്റു കാര്യങ്ങളുമാണ് ആപ്ലിക്കേഷൻ ലെയർ ഉള്ളത്. പ്രസന്റേഷൻ ലെയറിലേക്ക് വരുന്നു, ആ ലെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ തുടർന്ന് സെഷൻ ലെയറിലേക്ക് വരുന്നു, ആ ലെയറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരുന്നു, ആ ലെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നെറ്റ്വർക്ക് ലെയറിലേക്ക് വരുന്നു, ആ ലെയറുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ചെയ്യുന്നു. പിന്നെ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആ ലെയറുമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ആ ഘട്ടത്തിൽ. അതായത് നിങ്ങൾ ഓർക്കുക, നമ്മുടെ രാജുവിന്റെ ഓഫീസിലെ ഓരോ സെക്ഷൻ ഇല്ലേ, അവിടെ എന്തൊക്കെ സെക്ഷൻ നമ്മൾ കണ്ടു, ഡെസ്പാച്ച് സെക്ഷൻ ഉണ്ട്, ഡെലിവറി സെക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള പല സെക്ഷൻസും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ആ ഒരു ഓഫീസിലെ പല സെക്ഷൻസ് ആണെന്ന് വിചാരിക്കും. ഓരോ സെക്ഷനിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിൽ നിന്ന് നമ്മുടെ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ ഡാറ്റ സെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് ഈ ഓരോ ലെയറിലും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഫിസിക്കൽ ലെയറിൽ എത്തുമ്പോൾ ആ ഡാറ്റയെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡാറ്റയെ കംപ്ലീറ്റ് ആയിട്ട് ബിറ്റ് സ്ട്രീം, ഒരു ബൈനറി ബിറ്റ് സ്ട്രീം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 1s and 0s ബിറ്റ് 1. അപ്പൊ അങ്ങനെയുള്ള 1s and 0s ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ അത് സിഗ്നൽസ് ആക്കി മാറ്റി ഈ ലിങ്ക് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ മീഡിയ ആണ്. ട്രാൻസ്മിഷൻ മീഡിയ വഴി സെൻഡ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ മീഡിയ വഴി ഇപ്പൊ അതൊരു വയർ ട്രാൻസ്മിഷൻ മീഡിയ ആകാം, വയർലെസ് ട്രാൻസ്മിഷൻ മീഡിയ ആകാം. അപ്പൊ അങ്ങനെ സെൻഡ് ചെയ്ത് നമ്മൾ കണ്ടു. ഇവിടെ നിങ്ങൾ നോക്കൂ, പല റൗട്ടേഴ്സുകളിലൂടെയാണ് കടത്തി വിടുന്നത് അല്ലെ. ഇവിടെ 2 ഇന്റർമീഡിയറ്റ് നോഡ് ഉണ്ട് അല്ലെ, 2 റൗട്ടറുകളുണ്ട്. ആ റൗട്ടറുകളിലൂടെയാണ് നമ്മുടെ ഈ സിഗ്നൽസ് അല്ലെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റുകൾ ട്രാവേഴ്സ് ചെയ്തിട്ടാണ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക അല്ലെ. നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുക നിങ്ങൾ. അപ്പൊ ആ റൗട്ടറുകളിൽ ഏത് ലെയറുകൾ മാത്രമേ പ്രസന്റ് ആയിരിക്കുന്നു നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക് അല്ലെ. അപ്പൊ നെറ്റ്വർക്കിങ്ങിന് സഹായിക്കുന്ന അഥവാ നെറ്റ്വർക്കിലൂടെയുള്ള പാക്കറ്റിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്ന ലെയേഴ്സ് മാത്രമേ ഈ റൗട്ടറുകളിൽ പ്രസന്റ് ആയിരിക്കുകയുള്ളൂ. അത് നെറ്റ്വർക്ക് വരെയുള്ള ലെയറുകളാണ് അല്ലെ, ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്. അങ്ങനെ 3 ലെയറുകൾ മാത്രമാണ് ഇന്റർമീഡിയറ്റ് റൗട്ടറുകളിൽ ഉള്ളത്. അപ്പൊ നമ്മുടെ സെൻഡ് ചെയ്യുന്ന സിഗ്നൽസ് ഒന്നാമത്തെ റൗട്ടറിന്റെ ഫിസിക്കൽ ലെയറിൽ എത്തുന്നു. ഫിസിക്കൽ ലെയറിൽ എത്തുമ്പോൾ ഇവിടുത്തെ ഫിസിക്കൽ ലെയറിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റ സിഗ്നൽസിന്റെ രൂപത്തിൽ വന്നപ്പോ അതിനെ തിരിച്ച് 1s and 0s ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട്, നെറ്റ്വർക്ക് ലെയർ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ലെയറിലും അതിന്റെ ഫങ്ഷൻസ് ചെയ്യാനുണ്ടാവും. പിന്നെ നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ് നോക്കും. ഇത് നിങ്ങളുടെ RMS പോസ്റ്റ് ഓഫീസിനെ പോലെ ആക്ട് ചെയ്യുന്നു മനസ്സിലാക്കുക. നമ്മൾ RMS പോസ്റ്റ് ഓഫീസിൽ ഒരു പാക്കേജ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ആ ബാഗ് തുറന്ന് ചാക്ക് തുറന്ന് അതിലുള്ള ആ പാക്കറ്റ് എടുത്ത് അതിന്റെ അഡ്രസ്സ് വായിച്ചു നോക്കുന്നത് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ റാണിയുടെ ആ പിൻകോഡ് നോക്കിക്കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് അതിനെ ഫോർവേഡ് ചെയ്യും, അടുത്ത RMS പോസ്റ്റ് ഓഫീസിലേക്ക് അതിനെ ഫോർവേഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ മേലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇന്റർമീഡിയറ്റ് നോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റയുടെ മൂവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇവിടെ ബോട്ടം ടു ടോപ്പ് ആണ് സെൻഡ് ചെയ്യുക അല്ലെ, സഞ്ചരിക്കുക അല്ലെ. ബോട്ടം ടു ടോപ്പ് ഈ ലെയറിലൂടെ സഞ്ചരിക്കും. എന്നിട്ട് അതിനുശേഷം IP അഡ്രസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് അടുത്ത റൗട്ടറിലേക്ക് ഫോർവേഡ് ചെയ്യണം അല്ലെ. അപ്പൊ തിരിച്ച് നേരെ ഫ്രം ടോപ്പ് ടു ബോട്ടം ആദ്യം ഈ പാക്കറ്റിനെ താഴേക്ക് സെൻഡ് ചെയ്യും.
അതായത് നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് IP അഡ്രസ് വായിച്ച് നോക്കിയതിനു ശേഷം ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് അയക്കും. നമ്മൾ കണ്ടില്ലേ ആ കണ്ണൂർ RMS എത്തിയപ്പോ അത് പിന്നെ കൊൽക്കത്തയിലേക്ക് പോകേണ്ട പാഴ്സലാണെന്ന് മനസ്സിലാക്കി എഗെയിൻ ഒരു ചാക്കിനകത്ത് ഇടുകയും അതിനെ ഒരു ലേബൽ കൊടുക്കുകയും ചെയ്യുന്നു അല്ലെ, ചെന്നൈ RMSന്റെ ലേബൽ കൊടുക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ അതേ പ്രക്രിയ ഇവിടെ ചെയ്യുന്നു. അതായത് നെറ്റ്വർക്ക് ലെയറിൽ IP അഡ്രസ് വായിച്ചു നോക്കി അടുത്ത റൗട്ടറിൽ ഏത് റൗട്ടറാണോ പോകേണ്ടത് ആ റൗട്ടറിന്റെ MAC അഡ്രസ് എടുത്ത് അതിലേക്ക് ആ MAC അഡ്രസ് ആഡ് ചെയ്തതിനു ശേഷം തിരിച്ച് വീണ്ടും ഫിസിക്കൽ ലെയറിലേക്ക് അയക്കുന്നു. ഫിസിക്കൽ ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫിസിക്കൽ ലെയറിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിറ്റ് സ്ട്രീം അല്ലെ, വൺസ് ആൻഡ് സീറോസ് ഉള്ളതിന്റെ ഫോം ആ ബിറ്റ് സ്ട്രീം ആയിട്ട് മാറ്റുക. അതിന് മാറ്റിയതിനു ശേഷം നമ്മൾ അതിനെ അഗെയിൻ സിഗ്നലിന്റെ രൂപത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയ വഴി സെൻഡ് ചെയ്യുക. എഗെയിൻ അടുത്ത റൗട്ടറിലേക്ക് എത്തുമ്പോൾ ഈ പ്രക്രിയകൾ ആവർത്തിക്കും. നേരെ ഫിസിക്കൽ ലെയറിലേക്ക് പോയി, ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് പോയി, നെറ്റ്വർക്ക് ലെയറിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും IP അഡ്രസ് നോക്കി അടുത്ത ഘട്ടത്തിലേക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം എഗെയിൻ ഈ ലെയറുകളെ റിവേഴ്സ് ഓർഡറിൽ സഞ്ചരിക്കുന്നു. ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലെ. വരുന്നത് എങ്ങനെയാ? ബോട്ടം ടു ടോപ്പിലൂടെ നമ്മുടെ ഡാറ്റ മേലേക്ക് വരികയും പിന്നെ തിരിച്ച് സെൻഡ് ചെയ്യുമ്പോൾ ടോപ്പ് ടു ബോട്ടം എന്നുള്ള രൂപത്തിൽ തിരിച്ച് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. റിവേഴ്സ് ഓർഡറിൽ സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. വീണ്ടും അഗെയിൻ ട്രാൻസ്മിഷൻ മീഡിയയിലേക്ക് കൂടെ പോയി ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഇവിടെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ബോട്ടം ടു ടോപ്പ് അല്ലെ, ബോട്ടം ടു ടോപ്പ് ആണ് സഞ്ചരിക്കുക. അപ്പൊ ഫിസിക്കൽ ലെയറിൽ എത്തുമ്പോൾ ആ സിഗ്നൽസിനെ അഗെയിൻ ഡാറ്റയുടെ ഒരു ബിറ്റ് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, വൺസ് ആൻഡ് സീറോസിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തുന്നു. ഡാറ്റ ലിങ്ക് ലെയർ അതിന്റെ ഫംഗ്ഷൻസ് ആഡ് ചെയ്യുന്നു. അതിൽ ഇവിടെ ഓരോ നമ്മളിവിടെ ഫംഗ്ഷൻസ് ആഡ് ചെയ്യുക, അതുപോലെ ഫംഗ്ഷൻസ് റിമൂവ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് വരുന്നത്. ഫംഗ്ഷൻസ് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ഡാറ്റേന്റെ കൂടെ ആ ഡാറ്റേനെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തുകയാണ്. ഓരോ ലെയറിലും ഈ ഡാറ്റയെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തുകയാണ്. അതിന് നമ്മൾ ഹെഡേഴ്സ് എന്ന് വിളിക്കും. ഈ ഡാറ്റയുടെ കൂടെ നമ്മൾ ഹെഡേഴ്സ് കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഈ ഹെഡേഴ്സ് എന്തിനാ ആഡ് ചെയ്യുന്നത്? ഈ ഹെഡേഴ്സിലാണ് ഓരോ ലെയറിലും ഓരോ ഘട്ടത്തിലും ഈ ഡാറ്റനെ എങ്ങനെ പ്രോസസ് ചെയ്യണം, എന്ത് ഫംഗ്ഷൻ ഈ ഡാറ്റയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഓക്കെ. അപ്പൊ ഈ ഫിസിക്കൽ ലെയറിൽ എത്തുമ്പോൾ നേരത്തെ നമ്മൾ സെൻഡിങ് മെഷീനിൽ നമ്മൾ അവിടെയുള്ള ഫിസിക്കൽ ലെയറിൽ അല്ലെങ്കിൽ തുടർന്ന് ഇന്റർമീഡിയറ്റ് ലെയറുകളിലുള്ള ഫിസിക്കൽ ലെയറിൽ ഈ ഡാറ്റയെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ ഒരു ഹെഡറിന്റെ രൂപത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഹെഡർ ഇവിടെ റിമൂവ് ചെയ്യുക. ആ ഹെഡർ വായിച്ചു നോക്കിയാൽ അത് അതേ പ്രകാരം ഡാറ്റയെ ചെയ്യുന്നു. എന്നിട്ട് ആ ഹെഡർ റിമൂവ് ചെയ്യുന്നു ഡെസ്റ്റിനേഷൻ ലൈനിൽ. നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തുമ്പോൾ അതിൻ്റെതായ ഫംഗ്ഷൻ ചെയ്യുന്നു. നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ അതിൻ്റെതായ ഫംഗ്ഷൻ, പിന്നെ ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ, ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ ഡാറ്റ സഞ്ചരിക്കുന്നു. ഇനിയിപ്പോ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെൻഡിങ് നോഡില് നമ്മുടെ എങ്ങനെയാ ഡാറ്റ സഞ്ചരിച്ചിട്ടുള്ളത്? 7 to 1 അല്ലെ. ആപ്ലിക്കേഷനിലേക്ക് വന്നു, പ്രസന്റേഷനിലേക്ക് വന്നു, സെഷനിലേക്ക് വന്നു, അങ്ങനെ ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡാറ്റ അല്ലെങ്കിൽ ഫിസിക്കൽ എന്നുള്ള തുടങ്ങിയ ഒരു ഓർഡറിലാണ് ഡാറ്റ സഞ്ചരിക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് നോഡുകളിൽ എത്തുമ്പോൾ അങ്ങനെയാ. അപ്പൊ റിസീവിംഗ് എൻഡിൽ ഫസ്റ്റ് റിസീവിംഗ് എൻഡ് ഇവിടെ നമ്മൾ ആദ്യത്തെ ഇന്റർമീഡിയറ്റ് നോഡിൽ റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാ ഡാറ്റ സഞ്ചരിച്ചിട്ടുള്ളത്? അതിന്റെ റിവേഴ്സ് ഓർഡറിൽ അല്ലെ. ആദ്യം ഫിസിക്കലി ഡാറ്റ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്നുള്ള ഓർഡറിൽ പോയി, പിന്നെ തിരിച്ചിട്ട് നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ എന്നുള്ള ഓർഡറിൽ വന്നു അല്ലെ. പിന്നെ അഗെയിൻ അടുത്ത ഇന്റർമീഡിയറ്റ് നോഡിലും ഇതേ ഓർഡറിൽ ആദ്യം ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക് എന്നുള്ള 1 2 3 എന്നുള്ള ഓർഡറിൽ മേലേക്ക് പോയി, പിന്നെ 3 2 1 എന്നുള്ള റിവേഴ്സ് ഓർഡറിൽ താഴേക്ക് വന്നു ഡാറ്റ അല്ലെ. അപ്പൊ ഈ ഓരോ ഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ ആ ഡാറ്റയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് ആ ഒരു പാക്കേജ് അയക്കുമ്പോൾ അതില് ഓരോ ഘട്ടത്തിലും അതിനെ എങ്ങനെ ചെയ്യുന്നു നമ്മൾ കണ്ടു അല്ലെ. RMS പോസ്റ്റ് ഓഫീസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഫൈനലി റാണിയുടെ ഡെസ്റ്റിനേഷനിൽ എൻഡിൽ എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? റിസീവ് ചെയ്തതിനു ശേഷം ഈ പാക്കേജുകളൊക്കെ റിസീവ് ചെയ്ത് അത് റീഅസംബിൾ ചെയ്ത് വീണ്ടും പഴയ രൂപത്തിലേക്ക് മെസ്സേജ് റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ രാജുവിന്റെ എടുക്കുന്ന ഓരോ സിസ്റ്റം വാങ്ങി ഡിസസംബിൾ ചെയ്ത് സെൻഡ് ചെയ്യുന്നു. പിന്നെ റാണിയുടെ എൻഡിൽ അത് തിരിച്ച് റീഅസംബിൾ ചെയ്യുന്ന ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓർക്കുക. അപ്പൊ ഇവിടെ ഫിസിക്കൽ ലെയറിൽ നേരെ ബോട്ടം ടു ടോപ്പിലേക്ക് നമ്മുടെ ഡാറ്റ സഞ്ചരിക്കുന്നു. 1 2 3 4 5 6 7 എന്നുള്ള ഓർഡറിൽ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ എൻക്യാപ്സുലേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഓരോ ഡാറ്റ സെൻഡിങ് മെഷീനിൽ, അതായത് സെൻട്രൽ മെഷീനില് ഡാറ്റ ഏത് ഓർഡറിലാണ് സഞ്ചരിക്കുക? ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട്,
നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ അല്ലെ. അപ്പൊ ഓരോ ഘട്ടത്തിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹെഡർ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ലെയറിനും അതിന്റെ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷനെ ഒരു ഹെഡർ രൂപത്തിൽ, എക്സ്ട്രാ ഇൻഫർമേഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യുക. ഈ D എന്ന് പറയുന്നത് ഇവിടെ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത്, H എന്നുള്ളത് കൊണ്ട് ഹെഡർ പോർഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സെൻട്രൽ നോഡിലെ അപ്ലിക്കേഷൻ ലെയറിൽ ഈ ഡാറ്റയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ H7 എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ലെയർ ഹെഡർ കൊണ്ട് ഈ ഡാറ്റയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ അടുത്ത ലെയറിൽ എത്തുമ്പോൾ അഗെയിൻ ആ ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ആഡ് ചെയ്യുന്നു, പ്രസന്റേഷൻ ഹെഡർ ആഡ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ സെഷൻ ഹെഡർ ആഡ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ഹെഡർ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹെഡർ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തുമ്പോൾ അതിന് ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഹെഡർ ആഡ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ഒരു ടൈലർ ആഡ് ചെയ്യുന്നു. ഈ ട്രെയിലർ അതുപോലെ തന്നെ ഫിസിക്കൽ ലെയറിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ആഡ് ചെയ്യുന്നു. ഈ ആദ്യത്തെ അപ്ലിക്കേഷൻ ഹെഡർ, പ്രസന്റേഷൻ ഹെഡർ, സെഷൻ ഹെഡർ, അതുപോലെ ട്രാൻസ്പോർട്ട് ഹെഡർ, ഈ ഹെഡേഴ്സ് എന്താണ് ഉള്ളത്? ഇതിൽ ഈ ഡാറ്റയെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഉള്ളത്. ഈ ഡാറ്റ ഈ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷൻ മെഷീൻ ഈ ഡാറ്റയെ ഈ ലെയറുകളിൽ, ഡെസ്റ്റിനേഷൻ മെഷീനിലും ഈ ഇത്രയും ലെയറുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, ആ ലെയറുകളിൽ വെച്ച് എങ്ങനെ ഈ ഡാറ്റയെ പ്രോസസ് ചെയ്യണം, ഈ ഡാറ്റനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുക. നേരത്തെ നമ്മള് ആ രാജു റാണിക്ക് അയക്കുമ്പോ ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ലെറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ആ ഡെസ്റ്റിനേഷൻ മെഷീനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം ഇംഗ്ലീഷിലുള്ളത് എഗെയിൻ റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ രാജു സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കറസ്പോണ്ടിങ് ഹെഡർ ഇൻഫർമേഷനും കൂടെ ആഡ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലെറ്റർ റീകൺവേർട്ട് ചെയ്ത് ബംഗാളിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹെഡറിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയ വഴി സെൻഡ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ മീഡിയ നമ്മൾ വയർ ട്രാൻസ്മിഷൻ മീഡിയ പഠിച്ചു, വയർലെസ് ട്രാൻസ്മിഷൻ മീഡിയ പഠിച്ചു അല്ലെ. അതിൽ മിക്കവാറും ട്രാൻസ്മിഷൻ മീഡിയ ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട്, അനലോഗ് സിഗ്നൽസ് ഒക്കെ ആയിട്ട്, ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്ത് സെൻഡ് ചെയ്ത് അഗെയിൻ റിസീവിംഗ് മെഷീനിൽ, ഇത് റിസീവർ ആണ്, അതായത് റാണിയാണ് ഇതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പൊ റിസീവർ മെഷീനിൽ അഗെയിൻ നമ്മൾ ആ സിഗ്നൽസിനെ ഫിസിക്കൽ ലെയറിലേക്ക് വരുമ്പോൾ ബിറ്റ് സ്ട്രിങ് ആയിട്ട് 1s and 0s ആയിട്ട് കൺവേർട്ട് ചെയ്ത് അഗെയിൻ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഹെഡേഴ്സ് ആയിട്ട് റിമൂവ് ചെയ്ത്, നേരത്തെ ആഡ് ചെയ്ത ഹെഡേഴ്സ് ആഡ് ചെയ്തില്ല, ഈ ഹെഡേഴ്സിൽ എന്താ ഉണ്ടാകുക, ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പാക്കറ്റിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഈ ഹെഡേഴ്സിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ ഹെഡർ വായിച്ചു നോക്കി അത് പ്രകാരമുള്ള കാര്യങ്ങള് അടുത്ത ഘട്ടത്തിലേക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഫിസിക്കൽ ഹെഡർ വായിച്ചു നോക്കി അത് പ്രകാരമുള്ള കാര്യങ്ങൾ ഈ ഡാറ്റയെ ചെയ്യുന്നു. എന്നിട്ട് ഈ ഫിസിക്കൽ ഹെഡർ ഡ്രോപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തിക്കഴിഞ്ഞാലും ആ ഡാറ്റ നമ്മുടെ സെൻട്രൽ മെഷീനിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർമീഡിയറ്റ് നോഡിലെ ഡാറ്റ ലിങ്ക് ലെയറിൽ ആഡ് ചെയ്തിട്ടുള്ള ഹെഡർ പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഈ ഡാറ്റയെ ചെയ്യുന്നു. അതിനുശേഷം ഈ ഹെഡേഴ്സ് റിമൂവ് ചെയ്യുന്നു. എഗെയിൻ അടുത്ത ലെയറിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആ ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ വായിച്ചു നോക്കി അതേ പ്രകാരത്തിൽ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നു, ആ ഹെഡർ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റ് ഫൈനലി അപ്ലിക്കേഷൻ ലെയറിൽ ഹെഡർ വായിച്ചു നോക്കി അതേ പ്രകാരം ഡാറ്റയെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ സെൻഡ് ചെയ്തത്, ഏത് ഡാറ്റയാണോ സെൻഡർ സെൻഡ് ചെയ്തത് അതേ ഡാറ്റ തന്നെ റിക്കവർ ചെയ്ത് റിസീവർ എൻഡിൽ കിട്ടും. അതായത് രാജുവാണ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഡാറ്റ, എന്ത് ഡാറ്റയാണ് രാജു സെൻഡ് ചെയ്തിട്ടുള്ളത് അതേ ഡാറ്റ തന്നെ റാണിക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അർത്ഥം. അപ്പൊ നിങ്ങളിപ്പോ സിമ്പിൾ ആയിട്ട് ആ ഫ്ലോ മനസ്സിലാക്കുക. ഓരോ ലെയറിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഡാറ്റയിലൂടെ ചില കാര്യങ്ങൾ ആഡ് ചെയ്യും. ഹെഡർ എന്ന് പറയുന്ന ഒരു പോർഷനും കൂടെ ആ ഡാറ്റയിൽ ആഡ് ചെയ്യും. ഈ ഹെഡർ പോർഷനിൽ എന്താ ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റയെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ. ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡാറ്റയെ ഡെസ്റ്റിനേഷന്റെ ഈ ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോ ഫസ്റ്റ് അപ്ലിക്കേഷൻ ലെയർ ആണെങ്കിൽ, 7ാമത്തെ ലെയർ അപ്ലിക്കേഷൻ ലെയറിലാണെങ്കിൽ നമ്മുടെ ഈ ഡാറ്റ ഡെസ്റ്റിനേഷൻ മെഷീന്റെ അപ്ലിക്കേഷൻ ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡാറ്റ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഈ H7 എന്ന് പറഞ്ഞ ഹെഡറിൽ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ ഈ H7 ആ ഹെഡർ പ്രകാരമുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡാറ്റയെ ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് ഡാറ്റ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓരോ ലെയറിലുള്ളതും
ഓരോ ലെയറുകളിലും. അപ്പൊ അത് അപ് ടു ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ മെഷീനിലും അതുപോലെ തന്നെ സോഴ്സ് മെഷീനിലും മാത്രമേ ഈ ട്രാൻസ്പോർട്ട് വരെയുള്ള ലെയറുകൾ ഉണ്ടാവൂ. അതായത് മൊത്തം ലെയറുകളും സെൻട്രൽ മെഷീനിലും റിസീവർ മെഷീനിലും മാത്രമേ ഉണ്ടാവൂ. ബാക്കി ഇന്റർമീഡിയറ്റ് നോഡുകളിൽ ആദ്യത്തെ 3 ലെയറുകൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്കൊന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു അനിമേഷനിലൂടെ ഈ എൻകാപ്സുലേഷൻ കാണാം. അപ്പൊ ഇത് സെന്റർ ആണെന്ന് വിചാരിക്കുക. സെൻട്രൽ നോഡ്, സെൻട്രൽ രാജുവിന്റെ ആ മെഷീൻ, അതല്ല രാജുവിന്റെ ഓഫീസാണെന്ന് സങ്കല്പിക്കുക. അവിടെ അതിലുള്ള മെഷീനിൽ ഈ ഇത്രയും ലെയേഴ്സ് ഉണ്ടാവും അല്ലെ. എൻഡ് സിസ്റ്റംസിൽ എല്ലാ ലെയറുകളും പ്രസന്റ് ആണെന്ന് പറഞ്ഞാൽ അല്ലെ. നമ്മൾ ഇനി ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിസീവിംഗ് എൻഡിൽ റാണി, ഇവിടെ രാജു ആണെങ്കിൽ രാജു ആണ് സെൻഡ് ചെയ്യുന്നത്, റാണിയാണ് റിസീവ് ചെയ്യുന്നത് വിചാരിക്കൂ. അപ്പോ രാജു ആദ്യം ഡാറ്റ സെൻഡ് ചെയ്യാണ്. അപ്പൊ രാജുവിന്റെ അപ്ലിക്കേഷൻ ലെയർ ആണ് ഈ ഡാറ്റ തയ്യാറാക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് ഒരു ഹെഡർ ഇൻഫോർമേഷനും കൂടെ ആഡ് ചെയ്യും. ഹെഡർ ഇൻഫോർമേഷനിൽ എന്താണ് ഉണ്ടാവുക, പാക്കറ്റ് ഹെഡർ എന്ന് വിളിക്കുക അല്ലെ. ഈ ഹെഡറിൽ എന്താ ഉണ്ടാവുക, ഇത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെയുള്ള മെഷീനിന് ഈ ഡാറ്റയെ എങ്ങനെ, ഡെസ്റ്റിനേഷൻ മെഷീന്റെ അപ്ലിക്കേഷൻ ലെയർ ഈ ഡാറ്റയെ എങ്ങനെ പ്രോസസ് ചെയ്യണം തുടങ്ങിയ ഇൻഫർമേഷൻ ആണ് H7 എന്ന് പറഞ്ഞ ഹെഡറിൽ ഉണ്ടാവുക. അതിനുശേഷം അടുത്ത ലെയറിലേക്ക് ഡാറ്റയെ പാസ് ചെയ്യും. ആ പ്രസന്റേഷൻ ലെയർ എന്താ ചെയ്യുക, ഈ ഡാറ്റയുടെ കൂടെ പ്രസന്റേഷൻ ലെയറിന്റെ ഹെഡറും കൂടി ആഡ് ചെയ്യും. ഈ ഹെഡർ ഇൻഫർമേഷനിൽ എന്താ ഉണ്ടാകുക, ഈ ലെയറിൽ, ഡെസ്റ്റിനേഷൻ മെഷീന്റെ ഈ ലെയറിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റയെ എങ്ങനെ പ്രോസസ് ചെയ്യണം തുടങ്ങിയ ഇൻഫർമേഷൻ ആണ് ഉണ്ടാകുക. നമുക്ക് ഓരോ ലെയറിന്റെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സെഷൻ ലെയറിൽ എന്താ അഗെയിൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ആഡ് ചെയ്ത് നെക്സ്റ്റ് ലെയറിലേക്ക് ആ ഡാറ്റയെ പാസ് ചെയ്യുന്നു. അപ്പൊ അഗെയിൻ ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തുമ്പോൾ ട്രാൻസ്പോർട്ട് ഹെഡർ H4 എന്ന് പറയുന്നത് 4ാമത്തെ ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ അല്ലെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ എന്നുള്ള രീതിയിൽ H4 കൊണ്ട് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തതാണ്. അപ്പോ ആ ട്രാൻസ്പോർട്ട് ലെയർ ഹെഡർ ആഡ് ചെയ്തു. ഈ ട്രാൻസ്പോർട്ട് ലെയർ ഹെഡറിൽ എന്താ ഉണ്ടാകുക, അടുത്ത മെഷീന്റെ ട്രാൻസ്പോർട്ട് ലെയറിൽ. ഇവിടെ ട്രാൻസ്പോർട്ട് ലെയർ പ്രസന്റ് ആയിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ മെഷീനിൽ മാത്രമാണ് അല്ലെ. അപ്പോൾ റാണിയുടെ സിസ്റ്റത്തിലെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഈ ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ ഈ ഡാറ്റയെ എങ്ങനെ പ്രോസസ് ചെയ്യണം അത് തുടങ്ങിയ ഇൻഫർമേഷൻ ആണ് ഈ H4 എന്ന് പറഞ്ഞ ഹെഡറിൽ ഉണ്ടാകുക. ഇനി നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റയെ പാസ് ചെയ്യുന്നു. രാജുവിന്റെ മെഷീന്റെ ഡെസ്റ്റിനേഷൻ ലെയറിലേക്ക് ഡാറ്റയെ പാസ് ചെയ്യുന്നു. അവിടെ ഈ നെറ്റ്വർക്ക് ഹെഡറെ ആഡ് ചെയ്യുന്നു. ഈ നെറ്റ്വർക്ക് ലെയറിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് IP അഡ്രസ്സിങ്ങും അതുപോലെ IP അഡ്രസ് വായിച്ചു നോക്കുക, IP അഡ്രസ്സിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. അപ്പൊ H3 എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്ക് ലെയർ ഹെഡർ ആണ്. ഈ ഹെഡർ ഇൻഫർമേഷൻ വായിച്ചു നോക്കുന്ന ആരാ, ഇത് നെറ്റ്വർക്ക് ഡെസ്റ്റിനേഷനിൽ മാത്രമല്ല അല്ലെ. അപ്പൊ ഇത് അടുത്ത നോഡിലേക്ക്, ഇപ്പോ ഇത് ഇനി ഒരു റൗട്ടറുകളിലൂടെ പാസ് ചെയ്തിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടതെങ്കിൽ അടുത്ത റൗട്ടറിനുള്ള മെസ്സേജ് ആയിരിക്കും H3 എന്ന് പറയുന്ന ഹെഡർ ഉണ്ടാവുക. കാരണം എന്താ, ഡാറ്റ ഈ നെറ്റ്വർക്ക് വരെയുള്ള ലെയറുകൾ ഇന്റർമീഡിയറ്റ് നോഡുകളിലും പ്രസന്റ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ H3 എന്ന് പറയുന്ന ഹെഡർ വായിച്ചു നോക്കുക. ഈ ഡാറ്റ പാസ് ചെയ്യുന്ന അടുത്ത മെഷീൻ, അടുത്ത ഇന്റർമീഡിയറ്റ് നോഡ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് പാസ് ചെയ്യുകയല്ല അല്ലെ. വിദൂരമായ സ്ഥലത്താണ് ഉള്ളതെങ്കിൽ, ഇപ്പൊ രാജു കേരളത്തിലും റാണി ബംഗാളിലുമാണ്, നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ പല ഇന്റർമീഡിയറ്റ് നോഡുകളിലൂടെ പാസ് ചെയ്തിട്ടാണ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക. അപ്പൊ അടുത്ത ഇന്റർമീഡിയറ്റ് നോഡിനുള്ള മെസ്സേജ് ആണ് ഈ H3 ഹെഡറിൽ ഉണ്ടാകുക. അതായത് അടുത്ത റൗട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ പാക്കറ്റിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പിൻകോഡ് ഇൻഫർമേഷൻ മുതലുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അഥവാ പിൻകോഡിന് അതിന് സാമ്യമുള്ള ഇവിടുത്തെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോ അത് IP അഡ്രസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ നെറ്റ്വർക്ക് H3 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ലെയർ ഹെഡർ ആഡ് ചെയ്ത് അഗൈൻ അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്തു. അപ്പൊ ഡാറ്റ ലിങ്ക് ലെയർ എന്താ ചെയ്യാ, നമ്മൾ പറഞ്ഞു ഒരു ഹെഡറും ആഡ് ചെയ്യും, ഒരു ട്രെയിലറും ആഡ് ചെയ്യും. അപ്പൊ ഈ ഡാറ്റ ലിങ്ക് ലെയർ എത്തുമ്പോൾ ഒരു ഡാറ്റ ലിങ്ക് ലെയർ ഹെഡർ ആഡ് ചെയ്യും. അതുകൂടാതെ കണ്ട് ഇവിടെ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ട്രെയിലറും കൂടെ ആഡ് ചെയ്യും. ഈ ട്രെയിലർ ഉണ്ടാവുക അതില് നമ്മളെ എറർ കൺട്രോൾ ചെയ്യാൻ, നമ്മളെ ട്രാൻസ്മിഷൻ എറർസിനെ പരിഹരിക്കാൻ ആവശ്യമാകുന്ന ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓരോ ഇന്റർമീഡിയറ്റ് നോഡുകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മുടെ ഡാറ്റ ഡെസ്റ്റിനേഷൻ എത്തുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ട്രാൻസ്മിഷന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് നോഡുകളിൽ തമ്മിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് പരിഹരിക്കാനും ഡാറ്റയിൽ ഉണ്ടാകുന്ന എറർ കണ്ടെത്താനും അത് പരിഹരിക്കാനും ഉതകുന്ന ഇൻഫർമേഷനും കാര്യങ്ങളാണ് ഡാറ്റ ലിങ്ക് ലെയർ ട്രെയിലറിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയർ ഹെഡറിൽ പ്രധാനമായിട്ട് ഉണ്ടാകുക നമ്മളെ MAC അഡ്രസ് ആണ്. നമ്മുടെ അടുത്ത നോഡിന്റെ MAC അഡ്രസ്, നമ്മുടെ
തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ലെയേഴ്സിന്റെ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഈ മാക് അഡ്രസ് ആണ്, അടുത്ത നോഡിന്റെ മാക് അഡ്രസ് ആണ് ഡാറ്റ ലിങ്ക് ലെയർ ഹെഡർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റയിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ട്രെയിലറിന്റെ രൂപത്തിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡാറ്റ ലിങ്ക് ലെയർ ഇന്റർമീഡിയറ്റ് നോഡുകളിലും ഉണ്ട് അല്ലെ. അപ്പൊ ഈ പാക്കറ്റ് അടുത്ത ഏത് നോഡിലേക്കാണോ ഫോർവേഡ് ചെയ്യുന്നത് ആ നോഡില് ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ടെങ്കിൽ ആ ലെയറിന് ഉള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഈ H2ഉം T2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ലെയറിൽ എത്തുമ്പോൾ ഡാറ്റയെ ബിറ്റിലേക്ക് ബൈനറി നമ്പേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള H1 ആണ്. H1 എന്ന് പറയുന്നത് ആദ്യത്തെ ലെയർ അല്ല, ഫിസിക്കൽ ലെയർ ഹെഡർ ആഡ് ചെയ്തതിനു ശേഷം അതെന്താ ചെയ്യാം, അതിനെ സിഗ്നൽസ് ആയി കൺവേർട്ട് ചെയ്ത് നമ്മള് ട്രാൻസ്മിഷൻ മീഡിയയിലൂടെ സെൻഡ് ചെയ്യുന്നു. എഗെയിൻ റിസീവിംഗ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇന്റർമീഡിയറ്റ് നോഡുകളിലൂടെയുള്ള അതിന്റെ സഞ്ചാരം ഇവിടെ ഇനി കാണിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പല റൗട്ടേഴ്സിലൂടെയും പോയിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തുക. റൗട്ടേഴ്സിൽ ഈ ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് ഈ 3 ലെയർ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ആ ഫിസിക്കൽ ലെയറിലൂടെ പോയി ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തി, നെറ്റ്വർക്ക് ലെയറിലെത്തി. അവിടുന്ന് തിരിച്ച് അഗെയിൻ നെറ്റ്വർക്കിലൂടെ ഡാറ്റ ലിങ്കിലൂടെ ഫിസിക്കൽ ലെയറിലേക്ക് വരും. എന്നിട്ട് അഗെയിൻ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അടുത്ത നോഡിലേക്ക് സെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ ഈ ലെയറുകളിൽ ഓരോന്നിലൂടെയും സഞ്ചരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അതിന്റെ IP അഡ്രസ് നോക്കിയിട്ട് അടുത്ത നോഡിലേക്ക് ഫോർവേഡ് ചെയ്യുക ചെയ്യുന്നത് റൗട്ടറിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പോയി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ അഗെയിൻ റാണിയുടെ സിസ്റ്റത്തിന്റെ ഫിസിക്കൽ ലെയറിൽ ആദ്യം വരുന്നത് ഇവിടെ ഈ H1 ആണ് ഹെഡർ. അപ്പൊ ഈ H1 പ്രകാരം ഈ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നു. അപ്പൊ റാണിയുടെ സിസ്റ്റത്തിലെ ഫിസിക്കൽ ലെയർ എന്താ ചെയ്യുന്നത്, ഈ ഹെഡർ റിമൂവ് ചെയ്ത് അതിനെ കറസ്പോണ്ടിങ് എന്താണ് ആ ഹെഡർ പ്രകാരം എന്താണോ ഡാറ്റ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഡാറ്റയിൽ ചെയ്യും. അതിനുശേഷം അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്യും. എഗെയിൻ ഇവിടെ ഡാറ്റ ലിങ്ക് ലെയർ H2ഉം T2ഉം റിമൂവ് ചെയ്ത് അത് പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ഡാറ്റയെ ചെയ്യും. അതിനുശേഷം അടുത്ത ലെയറിലേക്ക് ഡാറ്റയെ ഫോർവേഡ് ചെയ്യും. അതിനുശേഷം ഇതേ പ്രക്രിയ ഓരോ ഹെഡറായിട്ട് റിമൂവ് ചെയ്യുന്നു, ആ ഹെഡർ പ്രകാരം ഡാറ്റയെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ആ ലെയറിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നു. എഗെയിൻ അടുത്ത ട്രാൻസ്പോർട്ട് ലെയർ പ്രധാനമായിട്ട് റീഅസംബ്ലിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഫംഗ്ഷൻ പഠിക്കും. അപ്പൊ അതിനുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ആ ട്രാൻസ്പോർട്ട് ലെയർ ഹെഡർ ഉണ്ടാവുക. ആ ഹെഡർ പ്രകാരമുള്ള കാര്യങ്ങൾ ഈ ഡാറ്റയെ ചെയ്തതിനു ശേഷം അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. അതിനുശേഷം സെഷൻ ലെയറിലും അതുപോലെ തന്നെ പ്രസന്റേഷൻ ലെയറിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഡാറ്റയെ അത് പ്രകാരം ചെയ്യുമ്പോൾ നമുക്ക് പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ ഡാറ്റയായിട്ട് റീകൺസ്ട്രക്ട് ചെയ്ത് റാണിക്ക് എന്താണോ രാജു സെൻഡ് ചെയ്തത് അതേ കാര്യങ്ങൾ തന്നെ റിസീവ് ചെയ്ത് അത് വായിക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മെഷീനിലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സിമ്പിളായിട്ട് 7 ലെയറുകളാണ് ഉണ്ട്. OSI മോഡൽ പ്രകാരമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്നതെങ്കിൽ സോഴ്സ് മെഷീനിലും ഡെസ്റ്റിനേഷൻ മെഷീനിലും 7 ലെയറുകളും പ്രസന്റ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് നോഡുകളിൽ ആദ്യത്തെ 3 ലെയർ ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് ഈ 3 ലെയറുകളും പ്രസന്റ് ആയിരിക്കും. അപ്പൊ സെൻട്രൽ മെഷീനിൽ ഡാറ്റ ഫ്രം ടോപ്പ് ടു ബോട്ടം സഞ്ചരിക്കും. അതുപോലെ ഡെസ്റ്റിനേഷൻ മെഷീനിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രം ബോട്ടം ടു ടോപ്പ് എന്നുള്ള രീതിയിലാണ് ഡാറ്റയുടെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കുക. ഓരോ ലെയറിലും എത്തുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡേഴ്സ് ആഡ് ചെയ്യും. അതിനുശേഷം അടുത്ത ലെയറിലേക്ക് അതിനെ പാസ് ചെയ്യും. അതിനുശേഷം അങ്ങനെ ഡാറ്റ എല്ലാ 7 ലെയറുകളിലൂടെയും സഞ്ചരിച്ച് ഹെഡേഴ്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് ഡെസ്റ്റിനേഷൻ നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയയിലൂടെ സഞ്ചരിച്ച് ഇന്റർമീഡിയറ്റ് നോഡുകളിലൂടെ സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ ഡാറ്റ പാക്കറ്റ് ട്രാവേഴ്സ് ചെയ്യും ബോട്ടം ടു ടോപ്പ്. അപ്പോൾ ഓരോ ലെയറിനും ഈ ഹെഡേഴ്സിനെ റിമൂവ് ചെയ്യും. അത് പ്രകാരം ചെയ്യേണ്ട ഡാറ്റയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ലെയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ ഒറിജിനൽ മെസ്സേജ് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നു ഡെസ്റ്റിനേഷനിൽ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഒരു ഡാറ്റ സെൻഡ് ചെയ്താല് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഡാറ്റ എന്ന് പറയുന്നത് 200 ബൈറ്റ് ആണെന്ന് വിചാരിക്കും. 200 ബൈറ്റ് ഡാറ്റയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് വെറും ഡാറ്റ മാത്രമല്ല സെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. അതിന്റെ കൂടെ നമ്മൾ ഹെഡർ ഇൻഫർമേഷനും ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഡാറ്റേന്റെ കൂടെ ഒരു ഹെഡേഴ്സും ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ ലെയറുകളിൽ നിന്നും ഓരോ ഹെഡറിൽ നിന്ന് അങ്ങനെ വെച്ച് ആഡ് ചെയ്ത് നമ്മൾക്ക് ഫിസിക്കൽ ലെയറിൽ എത്തുമ്പോൾ ഈ എല്ലാ അപ്ലിക്കേഷൻ പ്രസന്റേഷൻ സെഷൻ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഡാറ്റ ലിങ്ക് ഫിസിക്കല് അപ്പൊ എല്ലാ ലെയറുകളിൽ നിന്നുള്ള ഹെഡറുകളും കൂടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ കുറച്ച് സൈസ് കൂടിയല്ലേ ഡാറ്റയുടെ. അപ്പൊ ഈ എല്ലാ ഹെഡറിന്റെയും കൂടെ സൈസ് ഒരു 50 ബൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഡാറ്റ ഒരു 200 ബൈറ്റും ആണെങ്കിൽ ടോട്ടൽ എത്ര ബൈറ്റ് ആയി?
250 ബൈറ്റ് ഡാറ്റയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. 250 ബൈറ്റ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ്. ശരിക്കും നമുക്ക് ആക്ച്വലി 200 ബൈറ്റ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആക്ച്വലി 250 ബൈറ്റ് ആണ്. അതിലുള്ള 50 ബൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓവർ ഹെഡ് എന്ന് വിളിക്കും. കമ്മ്യൂണിക്കേഷൻ ഓവർ ഹെഡ്. നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് OSI ലെയറിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ മൂവ് ചെയ്യുന്നത്, ഓരോ ലെയറിലും എന്ത് ചെയ്യുന്നു, ഓരോ ലെയറിന്റെ ഫങ്ഷൻസ് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ഒരു ഡാറ്റയുടെ മൂവ്മെന്റ് നമ്മൾ പഠിച്ചു അല്ലെ. ആദ്യത്തെ 4 ലെയറുകൾ ഉൾപ്പെടെ 7 ലെയറുകളും അപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡാറ്റ അല്ലെങ്കിൽ ഫിസിക്കൽ, ഈ 7 ലെയറും എൻഡ് സിസ്റ്റംസിൽ മാത്രമേ പ്രസന്റ് ആയിട്ടുണ്ടാവും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആദ്യത്തെ 3 ലെയർ ഫിസിക്കൽ, ഡാറ്റ അല്ലെങ്കിൽ നെറ്റ്വർക്ക്, ആ ലെയറുകൾ എല്ലാ നോഡുകളിലും പ്രസന്റ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഈ ലെയറുകളിലൂടെയാണ് ഡാറ്റ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഈ ഡാറ്റ ലെയറുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡേഴ്സും ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഡാറ്റ പ്ലസ് ഹെഡർ എന്നുള്ള ആ രീതിയിൽ ഉള്ള മെസ്സേജുകളാണ് നമ്മൾ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ആക്കി, ബൈനറിനെ സിഗ്നൽസ് ആക്കിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത് അല്ലെ. സെൻഡ് ചെയ്തതിനു ശേഷം റിസീവിംഗ് എൻഡിൽ നമ്മൾ ഈ ഡാറ്റയെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കും. ഓരോ ഹെഡർ പ്രകാരം ആ ഡാറ്റയെ പ്രോസസ് ചെയ്ത് അവസാനം ഫൈനലി നമ്മൾ ഒറിജിനൽ മെസ്സേജ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക നമ്മൾ കണ്ടു അല്ലെ. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.